Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ മോണോകോട്ടിലിഡൻസ് ആണ് നോക്കുന്നത്. ഇത് നമ്മുടെ അനോമലസ് സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്ന പോർഷനിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. ഡ്രസീനയിലുള്ള അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മോണോകോട്ടിലിഡൻസിലാണ് ഈ ഡ്രസീന വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ മോണോകോട്ടിലിൻ്റെ കേസ് എന്ന് പറയും. പൊതുവേ വാസ്കുലാർ ക്യാമ്പിയം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവേ മോണോകോട്ട്സിൽ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത് കാണാറില്ല പൊതുവേ, അല്ലേ? വാസ്കുലാർ ക്യാമ്പിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നോർമലി മോണോകോട്ട്സിൽ കാണുന്നില്ല, സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് കാണാറില്ല. എന്നാൽ അങ്ങനെ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അനോമലസ് ആയിട്ടുള്ളൊരു ബിഹേവിയർ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു മോണോകോട്ടിൻ്റെ അനോമലസ് ബിഹേവിയറാണ്. ഈ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് നടക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൈമറി തിക്കനിങ് മെരിസ്റ്റംസ് കാരണമാണ് ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ഈ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ക്യാമ്പിയം എന്ന് പറയുന്നത് ചില മെമ്പേഴ്സ് ഓഫ് ലില്ലിയേസിയെ, അമാരിലിഡേസിയെ, സെന്തോറോയേസിയെ അങ്ങനത്തെ കുറച്ച് ഫാമിലീസിലാണ് ഈ ഒരു അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്, അതായത് മോണോകോട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത് ഈ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫാമിലിയിലുള്ള ചില മെമ്പേഴ്സാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, നമ്മൾ പറഞ്ഞാലോട്ട് മനസ്സിലാവുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കാം. എക്സാമിന് ചോദിക്കുന്നത് ഡ്രസീനയുടെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രസീനയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ മറക്കണ്ട, ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഫിഗർ വരയ്ക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊന്ന് ജസ്റ്റ് ഒരു റഫായിട്ടെങ്കിലും വരച്ച് വയ്ക്കുമ്പോൾ അടയാളപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡ്രസീനയുടെ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്രസീന എന്ന് പറയുന്നത് മോണോകോട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നതിനുള്ളൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഡ്രസീന എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്രോത്ത്, അനോമലസ് ആയിട്ടുള്ള സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നതിനുള്ള ഒരു ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് ഡ്രസീന എന്ന് പറയുന്നത്. ഇതിൻ്റെ മോണോകോട്ടിൻ്റെ ഒരു ടിപ്പിക്കൽ മോണോകോട്ട് സ്ട്രക്ചറാണ് യങ് സ്റ്റെം കാണിക്കുന്നത്. അതായത് ഒരു ഔട്ടർ എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും, ഒരു ഔട്ടർ എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും, സ്ക്ലെറോഗൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കും, ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള കൊളാട്രൽ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. അത് പാരഗൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂവിൽ എംബഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് എന്തിലുള്ളത്, നമ്മുടെ ഡ്രസീനയിലുള്ളത്. ഇനി സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്പെഷ്യൽ മെരിസ്റ്റമാറ്റിക് സോണ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇന്നർ കോർട്ടിക്കൽ റീജിയനിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് സോണ് ഫോം ചെയ്യുകയാണ് ഡ്രസീനയിൽ ചെയ്യുന്നത്. ഇതിലെ കോർട്ടിക്കൽ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പുറത്തുള്ള കോർട്ടിക്കൽ സെൽസാണ് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ക്യാമ്പിയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വാസ്കുലാർ ബണ്ടിലിൻ്റെ പുറത്തുള്ള കോർട്ടിക്കൽ സെൽസാണ് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ക്യാമ്പിയമായിട്ട് മാറുന്നത്. ഇതിനെന്തില്ല, വാസ്കുലാർ ക്യാമ്പിയം ഇല്ല. അപ്പോൾ പുതിയതായിട്ട് ക്യാമ്പിയം ഫോം ചെയ്യണം. അപ്പോൾ നമ്മുടെ കോർട്ടിക്കൽ സെൽസിൽ, അതായത് വാസ്കുലാർ ബണ്ടിലിൻ്റെ പുറത്ത് കാണുന്ന കോർട്ടിക്കൽ സെൽസിലുള്ള സെല്ലുകൾ എന്തായിട്ട് മാറും, മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ക്യാമ്പിയമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ സെൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വാരി ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂസിഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് എൻഡഡ് ആയിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടാപ്പറിങ് എൻഡഡ് ആയിരിക്കും, അങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ പല രീതിയിലായിരിക്കും എന്തുണ്ടാവാം ഈ ഒരു സെക്കൻഡറി ക്യാമ്പിയത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ക്യാമ്പിയം അബ്നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ പുറത്തേക്ക് വളരെ കുറച്ച് സെല്ല് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഉള്ളിലേക്ക് ഒരുപാട് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും ഉള്ളിലേക്ക്. ഇത് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലെന്ന് പറയുന്നത് പാരഗൈമാറ്റസ് ആയിട്ടുള്ള സെല്ലായിരിക്കും. ഉള്ളിലേക്ക് പാർട്ട്ലി പാരഗൈമാറ്റസും പാർട്ട്ലി വാസ്കുലാർ ആയിട്ടുള്ള സെല്ലുകളായിരിക്കും ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ,
നമ്മൾ പറഞ്ഞു പുറത്തേക്ക് വളരെ കുറച്ച് സെല്ല് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതെന്താണ്? പാരങ്കൈമാറ്റസ് ആണ്. ഇനി ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ പാർട്ട്ലി പാരങ്കൈമാറ്റസും പാർട്ട്ലി എന്തായിരിക്കും? വാസ്കുലാർ ആയിരിക്കും നേച്ചറിൽ എന്ന് പറയുന്നത്. ഇനി പാരങ്കൈമ സെൽസ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരങ്കൈമ സെൽസ് എന്ന് പറയുന്നത് ലിഗ്നിഫൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അതെന്ത് ഫോം ചെയ്യും? അതിൻ്റെ സെൽവാൾ ലിഗ്നിഫൈഡ് ആയിരിക്കും. അത് എന്ത് ഫോം ചെയ്യും? കൺജക്റ്റീവ് ടിഷ്യൂ ഫോം ചെയ്യും. ഇനി വാസ്കുലാർ ബണ്ടിലിൻ്റെ സെക്കൻഡറി വാസ്കുലാർ ബണ്ടിലിൻ്റെ ഫോർമേഷൻ നോക്കാം. ഇത് യൂഷ്വലി ഒന്നുകിൽ എന്തായിരിക്കും? ഒരു സെല്ലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? ഒരു ടയർ ഓഫ് കാമ്പിയം, ഒരു സിംഗിളായിട്ടുള്ള കാമ്പിയൽ സെല്ലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടയർ ഓഫ് കാമ്പിയം എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ സെക്കൻഡറി വാസ്കുലാർ ബണ്ടിലിൻ്റെ ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ചില സമയങ്ങളിൽ ഇതിൻ്റെ മീഡിയം പാർട്ട്, ഈ ബണ്ടിലിൻ്റെ മീഡിയം പാർട്ട് ഒരു റോ ഓഫ് സെല്ലെന്നും ലാറ്ററൽ പാർട്സ് മറ്റ് അഡ്ജസൻറ്റ് കാണുന്ന റോ ഓഫ് സെൽസ് നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സെല്ലിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ടയർ ഓഫ് കാമ്പിയൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ ചില സമയങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബണ്ടിലിൻ്റെ മീഡിയം പാർട്ട് എന്ന് പറയുന്നത് ഒരു റോ ഓഫ് സെല്ലെന്നും ലാറ്ററൽ പാർട്ട് എന്ന് പറയുന്നത് മറ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള റോ ഓഫ് സെൽസ് എന്നുമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാലും മെജോറിറ്റി കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ലെന്നായിരിക്കും. ഒരു കാമ്പിയൽ ഇനീഷ്യൽ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ലെന്നായിരിക്കും ഫർദറായിട്ട് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സെല്ലെന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിൽ ഇനീഷ്യലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് രണ്ട് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ നടത്തും. എന്നിട്ട് രണ്ടോ മൂന്നോ റോ ഓഫ് സെൽസ് ഫോം ചെയ്യും. രണ്ട് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിവിഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെല്ല് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത്? ആൻറ്റിക്ലൈനൽ ഡിവിഷൻ നടക്കുക. അങ്ങനെ ആൻറ്റിക്ലൈനൽ ഡിവിഷൻ 2 തവണ നടന്നിട്ട് 2 3 റോ ഓഫ് സെൽസ് ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നീട് ആ സെൽ എന്ത് ചെയ്യും? പെരിക്ലൈനൽ ഡിവിഷൻ നടത്തും. ഓക്കെ, പിന്നീട് അത് പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് പെരിഫറൽ സെൽസ് ഫോം ചെയ്യും. ഈ ഡിവിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ള ഡിവിഷൻസ്, ഇത് കഴിഞ്ഞിട്ടും ഒരുപാട് ഡിവിഷൻ നടക്കുന്നുണ്ട്. അതൊക്കെ എന്തായിരിക്കും? ഇറഗുലർ ആയിട്ടുള്ള ഡിവിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ സെൻട്രലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരുപാട് സെൽസ് ഫോം ചെയ്തു, അതിൽ സെൻട്രലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ടിഷ്യൂ എന്തായിട്ട് മാറും? ഫ്ലോയം സെൽസ് ആയിട്ട് മാറും. ആ സെൻട്രലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് എന്തായിട്ട് ട്രാൻസ്ഫോം ആവും? ഫ്ലോയം സെൽസ് ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ട് മാറും. ഓക്കെ, അതായത് ഫ്ലോയം സെൽസ് ആയിട്ട് മാറും. പെരിഫറൽ ആയിട്ടുള്ള സെല്ലുകൾ എന്തായിട്ട് മാറും? സൈലം എലമെൻസ് ആയിട്ട് മാറും. ഇങ്ങനത്തെ വാസ്കുലാർ ബണ്ടിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഫിവാസൽ വാസ്കുലാർ ബണ്ടിൽസ്. അതായത് ഫ്ലോയം സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും? സൈലം എലമെൻറ്റ്സ് ഫ്ലോയം എലമെൻസിനെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോയം ആണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? സൈലം സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഫ്ലോയത്തിന് ചുറ്റും സൈലം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഫിവാസൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാം. ഇനി കാമ്പിയം ഇതിന് ശേഷം ഈ ഒരു വാസ്കുലാർ ബണ്ടിൽ ഫോം ചെയ്തതിന് ശേഷം കാമ്പിയം എന്ത് ചെയ്യും? പാരങ്കൈമ സെൽസ് ഫോം ചെയ്യും. അത് പിന്നീട് ഡിവൈഡ് ചെയ്യുമ്പോൾ പാരങ്കൈമ സെൽസ് ആയിരിക്കും ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതെന്ത് ചെയ്യും? നമ്മൾ പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ സെൻട്രൽ റീജിയനിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, സെൻട്രൽ റീജിയനിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കാമ്പിയം എന്ന് പറയുന്നത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും? അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. ഈ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാസ്കുലാർ ബണ്ടിലിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈ കാമ്പിയൽ ഇനീഷ്യൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വാസ്കുലാർ ബണ്ടിൽ ഫോം ചെയ്യുന്ന കാമ്പിയൽ ഇനീഷ്യൽ എന്ന് പറയുന്നത്
വാസ്കുലാർ എലമെൻസിനെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? പാരൻകൈമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാസ്കുലാർ എലമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് റോ ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റിങ്ങിന് എന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് എന്ത് കാണുന്നത്? അടുത്ത റിങ് കാണുന്നത്. കാരണം എന്താണ്? പാരൻകൈമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? വാസ്കുലാർ എലമെൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ഇവിടെ നമ്മളിപ്പോൾ ഒരു സൈലം പ്രൊഡ്യൂസ് ചെയ്തു, ഒരു വാസ്കുലാർ ബണ്ടിൽസ് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് വാസ്കുലാർ ബണ്ടിൽ എവിടെയാവും പ്രൊഡ്യൂസ് ചെയ്യുക? ഇതിന് ഓൾട്ടർനേറ്റ്, ഈ ഫസ്റ്റ് റിങ്ങിന് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും എന്ത് വാസ്കുലാർ ബണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഒരു വാസ്കുലാർ ബണ്ടിന് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അടുത്തൊരു റിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണ്? വീണ്ടും ആ ഒരു വാസ്കുലാർ ബണ്ടിൽ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ കാമ്പിയൽ ഇനീഷ്യൽ എന്ത് ചെയ്യും? പാരൻകൈമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാസ്കുലാർ എലമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു സെക്കൻഡ് റോ ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും ഫസ്റ്റ് റിങ്ങിന് ഓൾട്ടർനേറ്റ് ആയിട്ട്. ഈ ആക്ടിവിറ്റിയും പൊസിഷനും വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഈ ആക്ടിവിറ്റി കാരണം എന്താണ്? നമ്മുടെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയതായിട്ട് ഫോം ചെയ്യുന്ന വാസ്കുലാർ ബണ്ടിൽസ് എന്ത് ചെയ്യും? ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് പോകുമായിരിക്കും. അപ്പോൾ എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് കോൺസെൻട്രിക് റിങ്സ് പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഓൾട്ടർനേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ലിഗ്നിഫൈഡ് ആയിട്ടുള്ള കൺജക്റ്റീവ് ടിഷ്യൂവിൽ എംബഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. കോർക്ക് കാമ്പി എന്ന് പറയുന്നത് നോർമലി എന്താണ്? പുറത്തേക്ക് കോർക്ക് സെൽസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താണ്? നോർമൽ സ്റ്റീലാർ തിക്കനിങ് പോലെ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർക്കാം. പൊതുവേ എന്താണ്? മോണോകോട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? കാണിക്കാറില്ല. എന്നാൽ ചില പ്ലാന്റ്സിൽ, ചില ലില്ലിയേസിയ, മാരിലിഡേസിയ പോലത്തെ ഫാമിലീസിൽ ചില മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനോമലസ് ബിഹേവിയറാണ്. കാരണം നോർമൽ കേസിൽ ഇവർക്ക് എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുക എന്നുള്ളത് തന്നെ അവരിൽ എന്താണ്? ഒരു അനോമലസ് ബിഹേവിയറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ആദ്യം ഒരു കാമ്പിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു മെരിസ്റ്റമാറ്റിക് സോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇന്നർ കോർട്ടിക്കൽ റീജിയനിൽ. ആ കോർട്ടിക്കൽ സെൽസ്, അതായത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പുറത്ത് കാണുന്ന കോർട്ടിക്കൽ സെൽസ് എന്തായിട്ട് മാറുന്നുണ്ട്? മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള കാമ്പിയം ഫോം ചെയ്യുന്നുണ്ട്. ആ കാമ്പിയം എന്താണ്? അബ്നോർമലി ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതെന്താണ്? പുറത്തേക്ക് വളരെ കുറച്ച് സെല്ലും ഉള്ളിലേക്ക് ഒരുപാട് സെൽസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് പാരൻകൈമ സെൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പകുതി എന്തായിരിക്കും? പാരൻകൈമയും പകുതി എന്താണ്? വാസ്കുലാർ നേച്ചറിലും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരൻകൈമ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ടിഷ്യൂ ആയിരിക്കും. അതായത് ലിഗ്നിഫൈഡ് ആയിരിക്കും. അതെന്താണ്? കൺജക്റ്റീവ് ടിഷ്യൂ ഫോം ചെയ്യും. ഇനി സെക്കൻഡറി വാസ്കുലാർ ബണ്ടിലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു സെല്ലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ടയർ ഓഫ് കാമ്പി ആയിരിക്കും സെക്കൻഡറി വാസ്കുലാർ ബണ്ടിൽ ഫോം ചെയ്യുന്നത്. ചില സമയങ്ങളിൽ മിഡിൽ ബണ്ടിൽ ഒരു റോയും ബാക്കി ലാറ്ററൽ പാർട്സ്, ആ ബണ്ടിലിൻ്റെ മിഡിൽ പാർട്ട് ഒരു റോയിൽ നിന്നും ബാക്കി ലാറ്ററൽ പാർട്സ് എന്ത് ചെയ്യും? അഡ്ജസൻറ്റ് റോന്നും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷേ നോർമൽ കേസിൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ എങ്ങനെയാണ്? സെക്കൻഡറി വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. കാമ്പിയൽ ഇനീഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ആ സിംഗിൾ സെല്ലിന് നമ്മൾ പറയുന്ന പേര് വാസ്കുലാർ ബണ്ടിൽ ഇനീഷ്യൽ എന്നാണ്. അത് ആൻറ്റിക്ലൈനലായിട്ട് 2 തവണ ഡിവൈഡ് ചെയ്തിട്ട് ഒരു റോ ഓഫ് 2 or 3 സെൽസ് ഫോം ചെയ്യും. പിന്നീട് അത് പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് പെരിഫറൽ സെൽസ് ഒക്കെ ഫോം ചെയ്യും. ഇതിൻ്റെ ബാക്കി ഡിവിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറഗുലർ ആയിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും. ഇതിൽ സെൻട്രലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ഫ്ലോയമായിട്ട് മാറും. അതിൻ്റെ പുറത്ത് കാണുന്ന പെരിഫറൽ സെൽസ് സൈലം എലമെൻറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു വാസ്കുലാർ ബണ്ടിൽ, അതായത് സെൻട്രലിൽ ഫ്ലോയും അതിന് ചുറ്റും സൈലം എലമെൻറ്റ്സും കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസിനെ നമ്മൾ ആംഫി വാസൽ ബണ്ടിൽ എന്നാണ് പറയാം. അതിനുശേഷം നമ്മുടെ കാമ്പിയം എന്ത് ചെയ്യും? പാരൻകൈമേനെ ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് സെൻട്രൽ റീജിയനിലേക്ക് പുഷ് ഔട്ട് ചെയ്യും. സെൻട്രൽ റീജിയനിലേക്ക് അതെന്ത് ചെയ്യും? ആ ഒരു പാരൻകൈമ അതിനെ പുഷ് ചെയ്യും. ഓക്കെ, ഇനി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ കാമ്പിയം എന്ത് ചെയ്യും? വീണ്ടും അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. പിന്നീട് അത് എന്താണ്?
അതിൻ്റെ അടുത്ത വാസ്കുലർ ബണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. സാധാരണ നമ്മൾ പാരങ്കൈമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അതെന്ത് ചെയ്യും, പാരങ്കൈമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് വാസ്കുലർ എലമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു സെക്കൻഡ് റോ ഓഫ് വാസ്കുലർ ബണ്ടിൽ ഫോം ചെയ്യും. അതെന്തായിരിക്കും, നമ്മുടെ ഫസ്റ്റ് റിങ്ങിന് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ആ ഒരു റിങ് ഫോം ചെയ്യുക. അങ്ങനെ കോൺസെൻട്രിക് റിംഗ് ആയിട്ട് വാസ്കുലർ ബണ്ടിൽസ് ഫോം ചെയ്യുന്നുണ്ടാവും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഫോം ചെയ്യുന്ന വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ കൺജക്റ്റീവ് ടിഷ്യൂവിൽ എന്ത് ചെയ്യും, എംബഡഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രെസീനേൻ്റെ അനോമലസ് സെക്കൻഡറി ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രെസീനയും ഇതുപോലെ തന്നെ 10 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഡ്രെസീനേൻ്റെ സെക്കൻഡറി ഗ്രോത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ 3 സെക്കൻഡറി ഗ്രോത്തും എന്ത് ചെയ്യാം, അനോമലസ് സെക്കൻഡറി ഗ്രോത്തും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.